ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമാകുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പകൽ തന്നെ മാറി താമസിക്കണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. ഇടിമിന്നൽ അപകടകരമായതിനാൽ വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുതിച്ചുയർന്ന് ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ടിക്കറ്റ് വിൽപ്പന. അതിവേഗമാണ് മടക്കയാത്രാ ടിക്കറ്റുകൾ തീർന്നത്. KSR ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് റിസർവേഷൻ തുടങ്ങി. മടക്കയാത്രാ ടിക്കറ്റ് അതിവേഗം തീർന്നു. ഇരുവശത്തേക്കുമുള്ള ടിക്കറ്റ് നിരക്കിൽ വ്യത്യാസമുണ്ട്. ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തത്. 11-നാണ് ട്രെയിൻ പതിവ് സർവീസ് ആരംഭിക്കുന്നത്. എറണാകുളത്തു നിന്നുള്ള മടക്ക സർവീസിന്റെ ടിക്കറ്റുകളാണ് അതിവേഗത്തിൽ വിറ്റുതീർന്നത്. 8 കോച്ചുകളുള്ള ട്രെയിനിൽ 7 ചെയർ കാറുകൾ, ഒരു എക്സിക്യൂട്ടീവ് ചെയർ കാർ എന്നിവയിലായി 600 പേർക്കു യാത്ര ചെയ്യാം. ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. ഇരുവശങ്ങളിലേക്കുമുള്ള ടിക്കറ്റ് നിരക്കിലും വ്യത്യാസമുണ്ട്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളം വരെ ചെയർകാറിൽ ഭക്ഷണം ഉൾപ്പെടെ 1655 രൂപയും എക്സിക്യൂട്ടീവ് ചെയർകാറിൽ 3015 രൂപയുമാണ് നിരക്ക്. എറണാകുളം ബംഗളൂരു എക്സ്പ്രസ് കോയമ്പത്തൂർ, പാലക്കാട് വഴിയാണ് ഓടുന്നത്. എറണാകുളത്തിനും ബംഗളൂരുവിനും ഇടയിലുള്ള യാത്രയിൽ ഈ വന്ദേ ഭാരത് ട്രെയിൻ കൃഷ്ണരാജപുരം, സേലം, ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, പാലക്കാട്, തൃശൂർ എന്നിങ്ങനെ 7 സ്റ്റേഷനുകളിൽ നിർത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കളമശ്ശേരിയിൽ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുങ്ങുന്നു. 100 കോടി ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതിയുടെ മാതൃക പങ്കുവച്ച് മന്ത്രി P. രാജീവ്. 100 കോടി രൂപ ചിലവിൽ കളമശ്ശേരിയിൽ ഉയരാൻ പോകുന്ന ഈ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തങ്ങളുടെ സ്വപ്ന പദ്ധതികളിലൊന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഒരു വർഷം 1600 വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനം സാധ്യമാക്കി കുട്ടികൾക്ക് ഇവിടെ തന്നെ തൊഴിലെടുക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കും. DCC കൈമാറിയ 4 ഏക്കർ ഭൂമിയിൽ ഒരുങ്ങുന്ന ഈ ക്യാമ്പസിൽ 1,10,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ എല്ലാ സൗകര്യങ്ങളോടെയുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കാൻ പോകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. അഡ്വാൻസ് വെൽഡിംഗ് വിത്ത് റോബോട്ടിക്സ്, പ്രിസിഷൻ മാനുഫാക്ചറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ഇലക്ട്രിക് ഹോം ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ പ്ലംബിംഗ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്, ക്ലൈമറ്റ് ആൻഡ് എൻവിറോൺമെന്റ് മാനേജ്മെന്റ്, മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ്, സ്മാർട്ട് മാനുഫാക്ചറിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ കോഴ്സുകൾ ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.